മതേതരത്തിന് വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഈ ഒരു ക്രൂരതകൾ കണ്ടിട്ടും കാണാതെ വയ്ക്കുകയാണോ? സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ പ്രത്യേകതയുണ്ട്. ഇപ്പം അഖിലയെടുത്ത് പറയാൻ പോവാൻ ഞാൻ ഈ മതേതരത്വത്തിന് അല്പം കോട്ടം തട്ടുന്ന രീതിയിലേക്ക് ചില സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംസാരമാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇത് പറയാതിരിക്കുക ശരിയായ ഒരു നടപടിയല്ല. കാരണം പശ്ചിമ ബംഗാളിൽ ഇപ്പം നമ്മുടെ പശ്ചിമ ബംഗാളിലെ കലാപത്തെ പറ്റി നമ്മളുടെ ചാനലിൽ പോലും പല ടോക്കുകൾ ഇടുമ്പോൾ നമ്മളുടെ ആൾക്കാർക്ക് പോലും ഇത് കാണാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ വേറെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഈ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനെപ്പറ്റി കേൾക്കാൻ പോലും ആൾക്കാർക്ക് താല്പര്യമില്ല. കേട്ടാലെങ്ങാനും മതേതരത്വം നഷ്ടപ്പെട്ടാലോ. നമ്മൾ ചില ആൾക്കാരൊക്കെ പറയത്തില്ല, നിങ്ങൾ അതൊന്നും പറയില്ല. നമ്മുടെ പല ഇതിനകത്തും വരുന്ന ടോക്കിനകത്തും വരുന്നത്, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ കുത്തിയിരുന്ന് ഈ രാജ്യത്തെ മതേതരത്വം നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ടോക്കിന്റെ കീഴിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ആരാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ മതേതരത്വം നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് നഷ്ടപ്പെടുത്താൻ പോകുകയാണോ എന്ന് ചോദിക്കുന്നത് അവരുടെ ആ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ അത് ആരും അങ്ങനെ പറയണ്ട, ഇതിങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ ഈ നടപടികൾ നടത്തുന്ന മതമൗലികവാദികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കായി ഇവിടുത്തെ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിനെ ആക്രമിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ഹിന്ദുവിനെ ആക്രമിക്കുന്ന കാര്യം ചർച്ച ചെയ്താൽ അത് ചർച്ച ചെയ്യരുത്, അത് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, അത് മതേതരത്വത്തെ ഇല്ലാതാക്കും അന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. പിന്നെ ഹിന്ദുവിന് എന്ത് സംഭവിച്ചാലും അതൊരു കുഴപ്പവുമില്ല, അത് അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്ന മാധ്യമങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന വിപരീതം, അല്ലെങ്കിൽ മുസ്ലിമിന് അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഒരു കാക്ക അവന്റെ ദേഹത്ത് തൂറിയാൽ ഇത് ഹിന്ദു കാക്ക തൂറി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ നമ്മളിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഞാനീ പറഞ്ഞത്, ഈ മുർഷിദാബാദിൽ നടക്കുന്ന വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ നടക്കുന്ന പ്രതിഷേധം, വഖഫ് നിയമ ഭേദഗതിക്ക് എതിരുള്ളവരുണ്ട്, അവര് പ്രതിഷേധിക്കണം. അതിനകത്ത് എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യണം. അങ്ങനെയൊക്കെ അതിനുവേണ്ടിയുള്ള അധികാരം ജനാധിപത്യ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുമ്പോൾ മുർഷിദാബാദിലുള്ള പാപം പിടിച്ച ഹിന്ദുക്കളും അല്ലെങ്കിൽ അവിടുത്തെ പാപം പിടിച്ച ഹിന്ദു സ്ത്രീകളും പട്ടാളക്കാരുൾപ്പെടെയുള്ളവർ എന്ത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ ക്രൂരമായിട്ട് വളരെ ദിവസങ്ങൾ കൊണ്ട് അവിടെ നടക്കുന്ന കലാപം ഒരുപക്ഷെ പട്ടാളത്തെ ഇറക്കിയാണ് അത് അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിച്ചത്. എന്നിട്ട് ഹൂഗ്ലി മേഖലയിൽ അത് വേറെ സമാനമായിട്ടുള്ള കലാപം അവിടെയും വ്യാപിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ ദിവസം അവിടെ ചർച്ചയായി, അല്ലെങ്കിൽ ഗവർണർ പോയി പരിശോധിച്ചപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളിൽ ഹിന്ദു മാർക്ക് ഇട്ടിട്ട് ആ വീടുകൾ മാത്രം ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥ. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരവസ്ഥ, അതായത് ഈ പ്രതിഷേധത്തിന്റെയും കലാപത്തിന്റെയും പുറകിൽ ഇന്ത്യക്കകത്ത് നിന്നുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ അവർ ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മുർഷിദാബാദിലെ ഈ പറയുന്ന മുർഷിദാബാദ് ജില്ലയിലെ ബെഡ്ബോന ഗ്രാമത്തിൽ സുന്ദർ മണ്ഡൽ ഒരു പട്ടാളക്കാരന്റെ പേരാണ്, സുന്ദർ മണ്ഡൽ. അദ്ദേഹത്തിന്റെ വീട് തിരക്കി പിടിച്ചു പോയി കലാപകാരികൾ. തിരക്കി പിടിച്ചു പോയിട്ട് ആ വീടിനകത്ത് കയറി പ്രായമായ ഒരു അമ്മയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രം ഉണ്ടായിരുന്നിടത്ത് ബോംബെറിഞ്ഞിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി വെളിയിൽ ചാടിയപ്പോൾ ആ വീടിനകത്ത് കയറിയിട്ട് ഈ പട്ടാളക്കാരന്റെ യൂണിഫോം, മെഡലുകൾ, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ തിരഞ്ഞു പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് മൊത്തത്തിൽ തീയിട്ടതല്ല, ഇത് കൂട്ടിയിട്ട് തീയിട്ടു. എന്നിട്ട് ഈ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതായത് ഒരു പട്ടാളക്കാരനോട് നമ്മുടെ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, നമ്മുടെ എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനോട് നമ്മൾക്കുള്ള കൂറും ഈ പട്ടാളക്കാരനോട് പാകിസ്ഥാനുള്ള, ബംഗ്ലാദേശിക്കുള്ള
കൂറുകേടും അതാണ് ഇവിടെ ഇന്ത്യക്കകത്ത് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. ബംഗ്ലാദേശിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന കലാപമാണ് പശ്ചിമ ബംഗാളിൽ ഈ പറയുന്നത് പോലെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധം എന്ന രീതിയിൽ അവിടെ ഹിന്ദുക്കളോട് നടത്തുന്നത്. ആ പ്രദേശത്തുള്ള ഹിന്ദു വീടുകൾ, ഹിന്ദു സ്ത്രീകൾ, ഹിന്ദു കുഞ്ഞുങ്ങളെ പാലായനം ചെയ്യിക്കുന്നതിനും ബലാത്സംഗം ചെയ്യുന്നതിനും ഉപദ്രവിക്കുന്നതിനും ഒക്കെ ഈ കലാപകാരികൾ തയ്യാറാകുന്നു. അതിന് അവിടുത്തെ ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഈ അന്താരാഷ്ട്ര വാസ ഇതിന് കൊടുത്താണ്, എനിക്ക് തോന്നുന്നു BBC ആണെന്ന്, BBC അല്ല, വേറെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് കൊടുത്തതാണ്. ഒരു കുഞ്ഞ്, ഒരു തള്ള, ഒരു 6 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പിടിച്ചുകൊണ്ട് കലാപം നടക്കുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു വെപ്രാളം പിടിച്ച് നിൽക്കുന്ന ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് തീക്കകത്തെറിഞ്ഞിട്ട് ഈ സ്ത്രീ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ തിരിച്ചെടുത്തു. കുറച്ച് പൊള്ളലേറ്റതേ ഉള്ളൂ, കുഞ്ഞ് മരിച്ചിട്ടില്ല. ഇതേ രീതിയിലുള്ള കലാപം നടക്കുവാണ് അവിടെ. യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കലാപം അത് നടക്കുന്നു. അത് ആ മേഖലയിൽ നടക്കുന്നു. ഇതെവിടെ? പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മമതാ ബാനർജിയാണ് ഭരിക്കുന്നത്. അത് ആ പ്രദേശത്ത് പട്ടാളം ഇറങ്ങി ഹൂഗ്ലി മേഖലയിൽ ഇതുപോലെ സമാനമായിട്ടുള്ള 10,000 5,000 പേര് കൂടി കലാപം നടത്തുന്നു. ഇതേ കലാപം ഹൈദരാബാദിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇതേ കലാപം ബാംഗ്ലൂരിൽ നടക്കുന്നു. ഒരേ സ്വഭാവമുള്ള കലാപം. അതൊക്കെ ഇതൊക്കെ നടക്കുന്നത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഇരിക്കുന്നിടത്ത്. പക്ഷെ ഈ കലാപം UP നടക്കുന്നില്ല, BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ രാജസ്ഥാനിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കലാപകാരികൾ കലാപകാരികളല്ല, മുസ്ലിം സഹോദരന്മാർ പ്രതിഷേധിക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ കലാപമാകുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ കലാപത്തിന് കൂട്ടുപിടിക്കുന്നതും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ പറയുന്ന ഭീകര സംഘടനകളും ഇന്ത്യക്കകത്ത് നടത്തുന്ന കലാപവും ആ കലാപം ഇന്ത്യ മൊത്തവും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഇത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്. ആ കലാപങ്ങളുടെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, ആ പ്രതിഷേധങ്ങളുടെ മറവിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. ആ കലാപങ്ങൾ ചില പ്രത്യേക സമൂഹത്തിനെ അവിടെ നിന്ന് പാലായനം ചെയ്യുക, അതായത് ഹിന്ദുവിനെ പാലായനം ചെയ്യിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. ഈ മുർഷിദാബാദിലൊക്കെ സംഭവിക്കുന്നവരാണ്. അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലുള്ള മുസ്ലിങ്ങളല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ. വളരെ കൃത്യമായിട്ട് അറിയാം, ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ തന്നെയാണ്. അവർ മുദ്രാവാക്യം പോലും വിളിക്കുന്നില്ല. അതുപോലെ തക്ബീർ വിളിക്കുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏത് സ്വാതന്ത്ര്യം? ഈ നേരത്തെ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ CA സമരം നടന്ന സമയത്ത് രാജ്യത്തുടനീളം ഉയർന്നു വന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അറിയാമല്ലോ, പണ്ട് കാശ്മീർ വിഭജനത്തിന് ഉപയോഗിച്ച മുദ്രാവാക്യം CA സമരത്തിന് ഉപയോഗിച്ചായിരുന്നു. ആ മുദ്രാവാക്യം അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ CPIയുടെ ഒരു നേതാവായിരുന്നു. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ കോൺഗ്രസ്സിലെ വലുതായിട്ട് വന്നില്ല. അയാളാണ് ഇവിടുത്തെ ഇന്ത്യ മൊത്തവും വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം. അത് കാശ്മീർ വിഭജനത്തിന് സമയത്ത് ആ മുദ്രാവാക്യമാണ് വിളിച്ചിരുന്നത്. അപ്പം അതേ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഈ പറയുന്ന പ്രതിഷേധങ്ങൾ കാത്തും അല്ലെങ്കിൽ ഉയർന്നു വരുന്നു, കലാപകാരികൾ ഉപയോഗിക്കുന്നു. അപ്പം ഈ രീതിയിൽ സൈന്യത്തിന് പോലും അല്ലെങ്കിൽ സൈന്യത്തിന്റെ കുടുംബത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥ, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അത് വളരെ ക്രൂരമായിട്ട് ഹിന്ദു വീടുകൾക്ക് മാത്രം, മുമ്പ് ഞാൻ പറഞ്ഞ ഹിന്ദു മാർക്കിട്ടിട്ട് ആ വീടുകൾ നശിപ്പിച്ച് കത്തിച്ച് തിരിച്ച് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി ഈ പ്രദേശത്തേക്ക് ആളുകൾ വന്നപ്പോൾ അവർക്ക് വീടില്ല, അല്ലെങ്കിൽ വസ്ത്രങ്ങളില്ല, കൃഷി അല്ലെങ്കിൽ കൃഷിയിടങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് അവിടെ വീണ്ടും വന്ന് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ, അതായത് ആ പ്രദേശത്തെ മൊത്തം ഹിന്ദുക്കളെ അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് ഈ പ്രതിഷേധത്തിന്റെ മറവിൽ പാലായനം ചെയ്യിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ല. അതായത് ഇത്തരത്തിൽ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും, പ്രായമായ അമ്മയ്ക്ക് സംഭവിച്ചത്, അയാളുടെ വീടിന് സംഭവിച്ചത്, കയ്യിലിരുന്ന കൈക്കുഞ്ഞിന് പോലും സംഭവിക്കുന്നത്, സ്ത്രീകൾക്ക് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്, തിരിച്ച് പ്രദേശത്ത് താമസിക്കുന്നവർ തിരിച്ചു വരുമ്പോ ആ പ്രദേശത്ത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് കൃത്യമായ പാലായനം. ഇതിന് കൂട്ടുനിൽക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ, ഇതിന് കൂട്ടുനിൽക്കുന്നത് അവിടുത്തെ ഈ പറയുന്നത് പോലെ ചില MP-മാർ, ചില മന്ത്രിമാർ, ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ ഈ
വിദേശ ബംഗ്ലാദേശ് ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർ ഉരുത്തിരിച്ചിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അവർ ഉരുത്തിരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൂട്ടുനിൽക്കുന്നു. അപ്പൊ ഇതിന് തിരിച്ചടി കൊടുക്കാൻ വയ്യാത്തൊന്നുമല്ല. രാജസ്ഥാനും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പ്രദേശത്തോട്ട് ഈ പറയുന്നത് പോലെ ഹിന്ദുക്കൾ വന്ന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിലൊക്കെയുള്ള തിരിച്ചടി തന്നെയാണ് ഈ കലാപകാരികൾ ഉദ്ദേശിക്കുന്നത്. ഈ കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ വലിയ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിനകത്തൊരു കലാപം വലിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ കലാപം ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിക്ക് തടസ്സമാകുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. ഇപ്പോഴത്തെ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ വളർച്ചയെ അത് ബാധിക്കും. ലോകത്തിന്റെ നെറുകിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് ആ സഞ്ചാരത്തിന് വിഘ്നമുണ്ടാകും. അത്തരത്തിൽ വിഘ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ അയൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഒരു ഘട്ടത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ തയ്യാറായിരുന്നത്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം വന്ന നേരത്തെ പല ബില്ലുകൾ വന്നപ്പോൾ ശ്രമിച്ചതുപോലെ തന്നെ, CA സമരത്തിന് ശ്രമിച്ചതുപോലെ, കാർഷിക സമരത്തിന് ശ്രമിച്ചതുപോലെ, അഗ്നിവീർ സമരത്തിന് ശ്രമിച്ചതുപോലെ, ഇപ്പം വീണ്ടും ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ നടക്കുന്ന പ്രതിഷേധം ഒരു കലാപമാക്കി ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ, വേണ്ടി വന്നാൽ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഈ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഈ കലാപം കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നമ്മളുടെ ശത്രു രാജ്യങ്ങളുടെ ഇടപെടലുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ പശ്ചിമ ബംഗാൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കാത്തത്. ഉദ്ദേശങ്ങൾ മനസ്സിലായിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് പട്ടാളത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പോ പോലീസ്, പശ്ചിമ ബംഗാൾ പോലീസ് അതിനു വേണ്ടി തയ്യാറാവുന്നത് പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഹിന്ദുക്കൾ തിരിച്ചടിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കുന്ന കലാപം രണ്ട് മതങ്ങൾ തമ്മിൽ ഉള്ള കലാപം ആക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലും കരുതലോടുകൂടിയാണ് ഒരുപക്ഷെ ഹിന്ദു അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നിൽക്കുന്നത്. കാരണം ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കൽ ആണെന്ന് ഗവൺമെന്റിന് അറിയാം. അതിന്റെ ആൾക്കാർ വെളിയിൽ മറ്റ് പല കലാപങ്ങളിലും ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ വെളിയിൽ ഒന്ന് വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് കലാപത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഗവൺമെന്റ് അനങ്ങാതിരിക്കുന്നത് എന്ന് നമ്മൾക്ക് വിചാരിക്കാം. കാരണം മറ്റ് CA സമരത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചതാണ്. കലാപം മൂർച്ഛിക്കുമ്പോൾ പുനത്തിലിരിക്കുന്നവരും വെളിയിൽ വരും. അപ്പം ഒന്നിച്ചങ്ങ് അകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.